ആരോ വന്ന് കുട്ടീനെ കയ്യിലെടുത്തു. അത് ആരാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിമിഷം നേരം മതിയായിരുന്നു. കാരണം വീഡിയോസ് കിട്ടാഞ്ഞിട്ടാണ്. വീഡിയോ കിട്ടിയ ആളെ കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത വ്യക്തി എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. എന്റെ റാണിയൊക്കെ വന്നോ അക്ക കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. ഞാൻ സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞു ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞവരാണ്. ഇവരെ ഏത് വീട്ടിലാണോ ജനിച്ചത് അവിടുത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അത് രാവിലെ തന്നെ തുടങ്ങുന്നത് പരസ്പരം ചീത്ത വിളിച്ചോണ്ടാണ്. നന്മകളെ ദീപ്തി ടീച്ചർ തന്റെ കുഞ്ഞിനെ എടുത്തിട്ടാണെങ്കിൽ അമ്മ ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവിടെ വന്നതും പിന്നീട് നമ്മുടെ റാണിയൊക്കെ നെഗറ്റീവ് കമന്റ്സിനൊക്കെ ആണെങ്കിൽ രൂക്ഷമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 50 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിനകത്തുള്ള പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ആൻഡ് നമ്മുടെ റാണിയൊക്കെ നല്ല വധിച്ചില്ലാണ്ടാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മുടെ ദീപ്തി ടീച്ചർ. അതിന് മുന്നേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിനകത്താണെങ്കിൽ നിരന്തരം കുറെ കമന്റ്സ് കണ്ടു. അതായത് നമ്മൾ കുറെ നാൾ മുന്നേ ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ എന്നാണ് ഞാൻ ഒരു ഇൻട്രോ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഇൻട്രോ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത്രത്തോളം വലിയ ഗുമ്മായില്ല എന്നും അത് കയ്യിൽ നിന്ന് പോയൊരു സാധനമാണെന്നും പിന്നീട് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ തംബ്നെയിലും അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഇൻട്രോയുടെ ഈ സാധനങ്ങൾ മാത്രം കണ്ട് മുൻ ധാരണകളോടുകൂടി ആ ഒരു കമന്റ് ഇട്ട് വീഡിയോ എന്താണെന്ന് മുഴുവനായിട്ട് കാണാത്ത കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അവരിപ്പോൾ വന്നിട്ട് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഞാൻ അന്നാണെങ്കിൽ മുൻകാലങ്ങളിലാണെങ്കിൽ ദീപ്തി ടീച്ചറിനാണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പം വന്നിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണം. അതായത് നിലപാടില്ലാത്ത കണ്ടന്റിന് വേണ്ടിയിട്ട് ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് വെള്ളത്തെ കാല് ചവിട്ടുന്ന ഒരു എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മിനിമം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്താണ് അതിൽ എന്നുള്ളത് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇമാതിരി മര്യാദയ്ക്ക് സംസാരിക്കടാ, ഇമാതിരി മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടുക. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വിഷയം വരുമ്പോഴത്തേക്കിന് ഇവിടെയുള്ള 100 ആളുകളും പറയുന്നത് ഒരേ ഒരു ഉത്തരവായിരിക്കും. അതായത് ഒരേ ഒരു ശരിയായിരിക്കും അവർ പറയുന്നത്. അവർ പറയുന്ന ശരിയിൽ എനിക്കത് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, എനിക്കത് ശരികേടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത്രയും പേര് 100 പേര് കൂടി നിൽക്കല്ലേ, നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്കെതിരെ എല്ലാവരും നെഗറ്റീവ് ആവില്ലേ എന്ന് പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് അവിടെ ഒരു തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ തെറ്റെന്ന് പറയാനെ കൊണ്ട് 10 ആളുടെ പിൻബലം വേണ്ടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിച്ചു കൊള്ളുന്നു. ഇനി നമുക്ക് നേരെ വിഷയത്തോട്ട് വരാം. നമ്മുടെ റാണിയൊക്കെ തന്നെ നല്ല രീതിയിൽ ഇതിനകത്ത് വധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു കുഞ്ഞിന്റെ കേസ് പറയുന്നുണ്ട്. അത് ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. ആരോ വന്ന് കുട്ടീനെ കയ്യിലെടുത്തു. അത് ആരാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിമിഷം നേരം മതിയായിരുന്നു. കാരണം വീഡിയോസ് കിട്ടാഞ്ഞിട്ടാണ്. വീഡിയോ കിട്ടിയ ആളെ കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെ പോയില്ല എന്നുള്ള നേരാണ് നമ്മൾ വേണ്ടത് ചെയ്യുന്നുണ്ട്. അതിനുള്ള സമയമല്ല. ഇപ്പൊ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ചിന്തയിലാണ്. കാരണം അത് ചെയ്ത വ്യക്തി എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നോക്കട്ടെ 2 ദിവസം. ഇത് കഴിഞ്ഞിട്ട വീഡിയോക്കകത്തിലും ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് മാപ്പ് പറയണ്ട, ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് മാപ്പ് പറയണമെന്നുള്ളത്. അതായത് ഈ കല്യാണത്തിനിടയിൽ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കയ്യിലോട്ട് വാങ്ങിച്ചിട്ട് അമ്മ ആരാന്ന് പറഞ്ഞാൽ മാത്രമേ തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ചില്ലറ കഴപ്പൊന്നും അല്ലടേ. ഓക്കെ, അതിനൊക്കെ ആണെങ്കിൽ നല്ല പണി തന്നെ കൊടുക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ വീഡിയോ എന്തായാലും പുള്ളിക്കാരി കാണുമല്ലോ, എന്തായാലും ദീപ്തി ടീച്ചറിന്റെ. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയും കൂടെ കേൾക്കാം. എന്റെ അക്ക വന്നോ, ഏതൊക്കെയാ നമുക്ക് മനസ്സിലായല്ലോ. എന്റെ റാണിയൊക്കെ വന്നോ അക്ക കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ തമ്പനിയിലൊക്കെ റാണിയൊക്കെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു അങ്ങനെ ഇങ്ങനെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെയാണ്. ദീപ്തി ടീച്ചർ ഒരു നെഗറ്റീവ് കമന്റ് എടുത്തുണ്ടെങ്കിൽ, നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റാണിയൊക്കെയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ആൾക്കാർ എടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ തംബ്നെയിൽസിന്റെ സാധനം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ തംബ്നെയിൽ കരുതിട്ടില്ല. അതായത് ഈ റാണിയൊക്കെയുടെ ഇത് ഫോട്ടോ വെച്ചേക്കുന്നത് നമ്മൾ വേറൊരു, അതായത് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു കമന്റിന്റെ സാധനത്തിന് വേണ്ടിയാണ് ആ ഒരു ഫോട്ടോ വെച്ചത്. അല്ലാതെ റാണിയൊക്കെ തട്ടിക്കൊണ്ട് പോയതൊന്നും നമ്മൾ എവിടെയും തംബ്നെയിലിൽ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്തായാലും ഇനി ബാക്കി റാണിയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കാം. ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രായമുള്ള ഒരു പെൺകൊച്ചുണ്ട്. ഇതിന് മുന്നേ പറ്റി എന്തിനാ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അപ്പൊ എനിക്ക് ഇത്രയും കാര്യമായിട്ട് എനിക്ക് അക്കന്റെ ഫാമിലിനെ പറ്റി അറിയില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ തീർച്ചയായിട്ടും മാനസിക രോഗം തന്നെയാണ്. മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഞാൻ ഉപദ്രവിക്കില്ല. കാരണം ഈ മാനസിക രോഗമുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പല ചാനലിൽ ഇവരിടുന്ന എനിക്കെതിരെ ഇടുന്ന കമന്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചിട്ട് ചോദിച്ചു ഇവരെ അനലൈസ് ചെയ്ത് പറയാം. കാരണം ഒരു കമന്റ് പറയും ദീപ്തിയോട് എനിക്കൊരു വ്യക്തിവൈരാഗ്യമില്ലെന്ന്, അടുത്ത കമന്റ് പറയും ദീപ്തി അത്രയും പറയാൻ ഞാനില്ലെന്ന്, മൂന്നാമത്തെ കമന്റ് പറയും ദീപ്തി മുടിഞ്ഞു പോത്തുള്ളൂ, നാലാമത്തെ കമന്റ് പറയും ഞാൻ ദീപ്തി തമ്മിൽ നല്ല പരിചയമെന്ന്, പിന്നെ ഒരു കമന്റ് പറയും ദീപ്തി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഉറപ്പല്ലേ ഒറ്റ വീഡിയോ എല്ലാവർക്കും. അതപ്പോ ഈ ഒന്നാമത്തെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ചിലർക്ക് പറയുന്നു അവരാണ് കല്യാണം നടത്തി തന്നെന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള അഭിഹിതം തെളിയണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കണം തന്നെ. അതുകൊണ്ട് പുള്ളി നേർച്ചയിട്ട് പുള്ളിക്കാരി വന്ന് കൈപിടിച്ചെന്ന് എന്തൊക്കെയോ പറയുന്നു. അതൊരു മാനസിക രോഗി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഒഴിവാക്കി വിടുക. എന്റെ പൊന്നു റാണിയൊക്കെ നിർത്തി അങ്ങ് പാചകം ചെയ്യണം. മറ്റേ ആ ചേട്ടനാണെങ്കിൽ അധികം അങ്ങനെ വീഡിയോക്കകത്ത് സംസാരിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ പുള്ളി വരെ തന്നെ റാണിയൊക്കെയുടെ വിഷയം വന്നപ്പോൾ പുള്ളി തന്നെ ഭയങ്കര ഇതായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. റാണിയൊക്കെ കൊല്ലുകയാണ്. പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അക്ക എവിടെ കമന്റ് ഇട്ടാലും നമ്മളെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും എല്ലാം കൂടി അക്കനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പക്ഷെ തൊലിക്കട്ടി എന്റെ അക്കന്റെ. ഒന്ന് രണ്ട് പേര് ചോദിക്കുന്നുണ്ട് കോൺടാക്ട് അക്കനെ നേരിട്ട് പോയി കാണാൻ വേണ്ടി. അതുപോലെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അക്കനെ അങ്ങനെ വിഷമിക്കാനൊന്നും പറ്റില്ല. അക്കയ്ക്ക് ജോലി കൊടുത്ത കടയിലെ ചേട്ടനോട് ചേട്ടാ പാവത്തിന് എടേ റാണിയൊക്കെ എന്തോരം ഫാൻസ് ആണ്. റാണിയൊക്കെ നമ്പർ ചോദിച്ചിട്ട് റാണിയൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് എടി ഇത്രയും കമന്റ് ഇട്ട് ഫേമസ് ആയ ഒരാൾ ഈ അടുത്ത കാലത്ത് തോന്നുന്നു. സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഒരു മീമില് ഒരു കൊച്ചാട്ടം വരുമായിരുന്നു. ഈ മീശയൊക്കെ ഉള്ളവരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊച്ചാട്ടം വരുമായിരുന്നു. അതുപോലെ ഇപ്പോൾ റാണിയൊക്കെ മാറിയിരിക്കുന്നത്. റാണിയൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക ഓൾ കേരള അല്ലെങ്കിൽ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നമ്മുടെ കേരളത്തിൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഈ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ഇടുന്നതിൽ എന്തെങ്കിലും ഒരു വലിയ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പേര് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. അതിനെ പറഞ്ഞൊന്നും അവിടെ നിൽക്കട്ടെ. പിന്നെ ഇത്ര ഫ്രീ ടൈം കൊടുക്കാതിരുന്ന പകൽ സമയത്ത് രാത്രി പോയി
കുറച്ച് കമന്റ് ഇട്ടോട്ടെ. ഇപ്പൊ അതല്ല നിങ്ങൾ സമയം കൊടുക്കും, നട്ടിച്ച സമയത്തൊക്കെ ചേട്ടൻ ഇത്ര സമയം കൊടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കുക അടുത്ത പണിക്ക് വിട്ടോണം, അല്ലെ കുറച്ച് നേരം ഫോൺ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അത്ര നേരം സമാധാനം. ഞാൻ അക്കനെ വിട്ട കേസ് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ, പിന്നെ അതിപ്പോ കൊച്ചിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കരുതായിരുന്നു, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരെ പറ്റി ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ കല്യാണം കഴിച്ച വീടല്ല, ഇവർ ഏത് വീട്ടിലാണോ ജനിച്ചത് അവിടുത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അത് രാവിലെ തന്നെ തുടങ്ങുന്നത് പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടാണ്, അവരുടെ സുപ്രഭാതം തുടങ്ങുന്നത് പരസ്പരം തെറി വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ അമ്പലമൊക്കെ വീടിന്റെ സൈഡിലുള്ള ആൾക്കാർക്കാണെങ്കിൽ വെളുപ്പിനെ അടിക്കുമ്പോഴത്തേക്കിന് കൗസല്യ, സുപ്രജ, രാമപൂർവ, സന്ധ്യ, പ്രവർത്തകേ ഈ സാധനമല്ലേ കേൾക്കുന്നത്. ഇവരുടെ വീട്ടില് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കായും പൂയും മായും ഒക്കെയാണ് ചേർത്തിട്ടാണ് ഈ പറഞ്ഞ ശ്ലോകം കേൾക്കുന്നത്. അത് കേട്ടിട്ടാണ് നമ്മുടെ റാണിയൊക്കെ എണീക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും നന്നാവില്ല. കാരണം സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞ് ചെയ്യില്ല എന്ന് പറഞ്ഞവരാണ് തിരിച്ചിറങ്ങി കമന്റ് ഇട്ടത്. എസ് ഐ കാല് പിടിച്ച് മെഴുകിയാണ് അവരോട്. എസ് ഐ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ ക്ഷമിച്ചേക്കാം. ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീക്ക് മാനസിക രോഗമല്ലേ നമ്മൾ വേണ്ടി തിരിച്ചറിയാൻ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് മാനസിക രോഗം നമ്മൾ എല്ലാവരും വേണ്ടി രക്ഷിക്കാം. ഇത് ഞാൻ നിരന്തരം നമ്മുടെ വീഡിയോസിനകത്തോടെ പറയാം, റാണിയൊക്കെ നിങ്ങൾക്ക് മാനസിക രോഗമാണ്, അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല, നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു ചികിത്സ നേടണം എന്നുള്ളത് നമ്മൾ പറയുന്നതാണ്. അല്ലെ സഹായിക്കാൻ. അതുകൊണ്ട് അവരെ ഞാൻ വിട്ടതാണ്. ഈ കല്യാണത്തിന്റെ തിരക്കിനിടെ ഞാൻ അവരെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഓരോ ഓൺലൈൻ വീഡിയോടോ എന്റെ സ്വന്തം ചാനലിലോ ഞാൻ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവരാണ് കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയതെന്നോ അവർക്ക് മാനസിക രോഗമാണെന്നോ ഒന്നും ഞാൻ ഈ അടുത്ത കുറച്ച് സമയങ്ങളിൽ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്. ഒക്കെ നിങ്ങൾ വന്ന് കമന്റ് ഇടുവോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു സന്തോഷം. ഞങ്ങളിപ്പോ കണ്ട സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമല്ലേ. അപ്പൊ അക്ക കേസ് അവിടെ വിട്ടിട്ട് കുട്ടീനെ. എന്റെ പൊന്നക്ക, നിങ്ങൾക്ക് ഇതിൽ എന്താണ് കിട്ടുന്നത്? കാര്യം നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റാണിയക്കേനെ ആണെങ്കിൽ അന്ന് ഫസ്റ്റ് ഇതുപോലെ ദീപ്തി ടീച്ചർ ആണെങ്കിൽ കാണാനൊക്കെ പോയിട്ട് അവിടെ വഴിവക്കിൽ വരെ എത്തിയിട്ട് അകത്തോട്ട് കയറിയില്ല. അത് നിങ്ങളുടെ അടുത്ത് കാണിച്ചൊരു മര്യാദയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്ന് പറയുന്നത് എന്താണ്, റാണിയക്കയുടെ വഴിക്ക് വിട്ടേക്കുക ഇന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പബ്ലിക്കായിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ പറയാണ്. അപ്പോഴും നിങ്ങളവിടുന്ന് കുത്തിയിരുന്ന് നല്ല പിണപ്പിന് നല്ല സാധനങ്ങൾ അടിച്ചിടുന്നുണ്ട്. ഇനി ബാക്കിയും കൂടെ കേൾക്കാം. പേരിൽ കുറേ തമ്മിലടി കണ്ടു. ഓ ഭാഗ്യം, ദീപ്തി ടീച്ചറിന്റെ ജാതിയാണല്ലോ, ഞങ്ങളുടെ ജാതിന്റെ താലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ് ഈ താലിന്റെ പേര്? ഞാൻ പൊതുവെ ജാതി മതവും കാര്യം നോക്കുന്ന വ്യക്തിയല്ല. ഞങ്ങൾ രണ്ടുമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഞാൻ കുഞ്ഞാൽ പറയാൻ സമ്മതിക്കാത്തതല്ല. അതുകൊണ്ട് എന്റെ താലിക്കും ഞങ്ങൾക്കും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ വെച്ച് ചടങ്ങ് നടത്താനത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിലെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം നടന്നൊരു കാര്യമാണ്. അതിൽ ആരുടെയും വിശ്വാസത്തെ നമ്മൾ ഒന്നും വേണ്ടാന്ന് അല്ല, ഇതിന്റെ ഇടയ്ക്ക് ഈ ജാതകത്തിന്റെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ എലമെന്റ് കയറ്റിക്കൊണ്ടുവന്ന ആൾക്കാരെ സമ്മതിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കും വലിയ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന വിശ്വാസത്തിന്റെ ഈ ഒരു ബൗണ്ടറീസിനകത്ത് തളച്ചിടാൻ ശ്രമിക്കുന്നത്? എന്തിനാണ്? ഓരോരുത്തരെ അവരുടെ ലൈഫിലേക്ക് വിടുക. അല്ലാതെ ഈ ജാതകം അത് ഇത് അല്ലെങ്കിൽ നമ്മുടെ ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശാന്തി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് നമ്മുടെ ആളാണ്, അങ്ങനെ വേണ്ട. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ അല്ലേ. അതിൽ ജാതി അല്ലെങ്കിൽ ജാതകം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം. അതും ഈ 2025 ഇത്രേ വലിച്ചു സ്വർണ്ണം നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നേ, ഇത് രണ്ടാം ഘട്ടല്ലേ, അതും രണ്ടാം ഘട്ടല്ലേ എന്ന് ഒരുപാട് അങ്ങനെ കുറച്ച് പേർക്ക് വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നേ. പിന്നെ അങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ കല്യാണത്തിൽ എന്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞൊരു സാധനത്തിന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. കുഞ്ഞാട് ആഗ്രഹം എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ നടത്താനാണ്. അത് നല്ല രീതിയിൽ തന്നെ നടത്തി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷമമുണ്ടോ? അതിൽ നല്ല വിഷമമുണ്ടോ? കുഞ്ഞാക്കി വിഷമില്ലാത്ത അല്ല, ഇത് സ്വർണ്ണമാണല്ലോ ഞങ്ങൾ അറിഞ്ഞ പോലെ. അപ്പൊ രണ്ടാം ഘട്ടമായിട്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നല്ലേ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ നടത്തി. അതിലിപ്പോ പറയാനുള്ളത് പറയും. അത്രേ ഉള്ളൂ. അവരുടെ ഇഷ്ടത്തിന് അവർ എല്ലാം നടത്തി. നമ്മളും പറഞ്ഞ കാര്യമാണ്. ഇവരെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഉപ്പിട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യത്തിനും സർവത്ര കുറ്റങ്ങളായിരുന്നു കമന്റ് ബോക്സിൽ കിടന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം ഇവിടത്ത് പോസിറ്റീവായിട്ട് സ്വർണത്തിന്റെ ഇത്, മേക്കപ്പിന്റെ ഇത് എന്ന് വേണ്ട മുല്ലപ്പൂവിന്റെ ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ അത് അങ്ങനെ എന്തിനൊക്കെയാണ് ആൾക്കാർ കുറെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ടിപ്പിക്കൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്കിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കല്യാണം കഴിപ്പിക്കുക. നമ്മുടെ കേരളത്തിലെ ഒരു മെയിൻ പരിപാടി, അതിനകത്തിലെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനെ കൊണ്ട് രണ്ട് ദമ്പതികൾ ഇങ്ങനെ വരുമല്ലോ. അവരാണെങ്കിൽ അവരുടെ ബന്ധുക്കളെയും നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും. ഈ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവരെ പറ്റി തന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് കേരള മാരേജിന്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത്. കിടൂന് നല്ല ചുമയും പനി. എന്തിനാണ് ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളെല്ലാം എഴുതി പിടിക്കുന്നത്? കിടൂന് നല്ല ചുമയും പനിയുണ്ട്. ആ സമയത്ത് ഞാൻ പന്തലിൽ കയറുന്നുണ്ട്, കിടു എടുത്തോണ്ടിരിക്കണം. കിടൂനോട് ഞാൻ യാത്ര പറഞ്ഞില്ല, കിടു ഉമ്മ കൊടുത്തില്ല. ഞാൻ ആ വീട്ടിലോട്ടല്ലേ പോകുന്നേ. ഞങ്ങളുടെ വീട് ഞങ്ങൾ അറിയാൻ സ്നേഹിക്കാൻ ഈ അനാവശ്യ കാര്യങ്ങൾ കുത്തിപ്പോ കിളിക്കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തു. കിടൂനെ എടുത്തില്ലാണ്. അതൊക്കെ പോയി കിടൂന്റെ സ്വന്തം അച്ഛനെ അമ്മയുടെ കൂടെ നിന്ന് ഒരു സെക്കൻഡ് വല്ല ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ കാണാം. ആ വീഡിയോ കൃത്യമായിട്ട് കാണാം. അമ്മൂന്ന് ഞൊളച്ചിട്ട് ഉഷമയെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരും അവൻ ഉഷമേനെ മാത്രം മതി. അതിപ്പോ എന്ത് ചെയ്യാനാ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഷമയുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയി. ഏതെങ്കിലും കൊച്ചു പിള്ളേരെ കണ്ട അവൻ ഓടി നടക്കുന്ന അവനെ പിടിച്ച് ബലമായിട്ട് നിർത്തി ഫോട്ടോ കാണേണ്ട യാതൊരു ആവശ്യമില്ല. നാളെ അവൻ എന്തെങ്കിലും ചോദിക്കുമല്ലോ, കല്യാണത്തിന് എന്നോട് ഫോട്ടോ എടുക്കാൻ. അന്ന് നിങ്ങളുടെ മറുപടി അവരോട്ടാ പോലെ.
അതെ, ഇവിടെ കുറേ പേരാണെങ്കിൽ നമ്മൾ കുറേ കമൻസ് ഉണ്ട്. അതായത് കുഞ്ഞ് ചുമക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും നോക്കുന്നില്ല, പിടിക്കാൻ പോകുന്നില്ല, ദീപ്തിക്ക് അഹങ്കാരമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ ടീംസ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വീഡിയോക്കകത്ത് കാണുന്ന ഒരു 5 or 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വിഷ്വൽസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ആ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറൊരു സാധനങ്ങളൊന്നും കാണുന്നില്ല. അത് നിരന്തരം കുഞ്ഞിനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ വലിച്ചിട്ടിട്ട് വേറെ കുറേ സാധനങ്ങൾ, നമ്മുടെ റാണിയക്കയുടെ സാധനമൊക്കെ ആയിരുന്നു പീക്കായിട്ടുള്ള സാധനം, അതിലോട്ടൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. കിളിക്കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചു, കിടുവിനെ എടുത്തിട്ട് പോകുന്ന കൈ വെച്ചിരുന്നു. കിളിക്കുഞ്ഞിന് തന്നെ ഓടി പാനുള്ള പ്രായമായിട്ടില്ല. ഇല്ല, അവൻ എപ്പോഴും ഇറങ്ങി ഓടിയിട്ടുണ്ട്. അതിന് അറിഞ്ഞൂടാ, അതിന് ആകെ കുട്ടിപ്പാലും അത് നോക്കിയപ്പോൾ തിളങ്ങുന്ന കുറേ സാധനം അവൻ അതും പിടിച്ച് പറിച്ചുകൊണ്ടിരുന്നു. കിടു ഇരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടല്ലേ പോന്നേ. അതാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞിനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഞെരുക്കി പിടിച്ച് വെച്ചിട്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് കലിപ്പിച്ച് കൂടെ നിർത്തണം എന്നുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞു വരുന്നത്. ഓക്കെ, അങ്ങനെ നിർത്തുമ്പോഴത്തേക്കിന് ഇനി അതിനെ പറ്റിയിട്ട് അടുത്ത കുറ്റം പറയും. കണ്ടോ, അവളാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് കുഞ്ഞിനാണെങ്കിൽ അവൾ അത്രയും ഇതായിട്ട് ക്രൂവലായിട്ടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഇനി കുട്ടികളുടെ അടുത്തെല്ലാം അവൾ ഈ രീതിയിലായിരിക്കും, അവളുടെ സ്വഭാവം മാറിയത് കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും കുറ്റമായിരിക്കും. അതാണ് നമ്മുടെ ഈ കല്യാണത്തിന് വിളിച്ചുകൊണ്ട് നമ്മൾ ഈ കൂടി വരുന്ന ആൾക്കാരുടെ അടുത്തൊരു സ്വഭാവമാണല്ലോ. പക്ഷേ അവിടെ വന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് ഈ പറഞ്ഞ കമന്റ് ബോക്സ് നമുക്ക് അതിന്റെ ഭയങ്കര വൈകൃതമായിട്ടുള്ള കുറെ ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മുടെ ഒരു വലിയ ദിവസം മറ്റൊരാൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് അയ്യോ ആൾക്കാർ ഈ പറയുമോ ഞാൻ കിടുവിനെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പൊക്കി പിടിച്ച് അതിനെ ഞെക്കി പിടിച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത്രേ ഉള്ളൂ. മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞ് വിശന്നിട്ട് വാവിട്ട് കരഞ്ഞാൽ പോലും അതിനെ വരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്ത് മറ്റേ കുറേ കാലം മുന്നേ തന്നെ പറയുന്ന ഒരു ക്ലീഷ ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അമ്മമാർക്ക് സീരിയൽ കാണാൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞ് കരഞ്ഞാൽ മാത്രമേ ആ അമ്മയാണ് കുഞ്ഞിന് പാല് പോലും കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, അതുപോലെ ഓരോ രീതിയിൽ ആ ഒരു കുഞ്ഞ് കരയുന്നതിനും അല്ലെങ്കിൽ അത്തരം രീതിയിൽ അത്രയും ടോക്സിക് രീതിയിൽ കുറേ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും ആളുകൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് നോക്കി ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഞാൻ അമ്മൂനെ പരിഗണിക്കുന്നത് ഇതെന്താ വിചാരിക്കുന്നത്? കല്യാണത്തിന് ഞാൻ ഒരൊക്കത്ത് നമ്മുടെ ഇവിടുത്തെ അമ്മൂനെ മറ്റേ ഒക്കത്ത് കിടുവിനെ എടുത്ത് വെച്ചോണ്ട് അങ്ങനെ അങ്ങ് നിന്നിട്ട് തായി കഴുത്ത് കാണിച്ചു കൊടുത്താൽ സംഭവം ശരിയായിട്ടുണ്ടായിരുന്നു. ചാനൽ തുടങ്ങി തന്നത് അവളാണ്, അതുകൊണ്ട് അവളെ ഞാൻ പരിഗണിച്ചില്ല. ഇതില്ലെങ്കിൽ അവക്കോ വീട്ടുകാർക്കോ അല്ലെ ഞങ്ങൾക്കോ ഇല്ലാത്ത പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു കുത്തിരിപ്പുണ്ടാക്കാവോ എന്ന് ആലോചിച്ച് എനിക്ക് മനസ്സിലാവില്ല. ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ദീർഘശാസ്ത്ര സുഖമാണ്. ഇന്നത്തെ പണി കഴിഞ്ഞ് അടുത്ത ചാനലിലോട്ട് അങ്ങനെയാണോ ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു ദീപ്തി ടീച്ചറെ അങ്ങനെ പറയരുത്. 2 കുഞ്ഞിനെ ഒക്കത്ത് പിടിച്ചിട്ട് അയലോക്കത്ത് വല്ല പിള്ളേരുണ്ടെങ്കിൽ അവരെയും കൂടെ തലയിൽ കൂടെ കയറ്റി വെച്ചിട്ട് വേണം കഴുത്ത് നീട്ടി കൊടുക്കുക. എന്നാലും നമ്മുടെ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ മലയാളികൾക്ക് സമാധാനം ആവത്തുള്ളൂ. എന്നാലോചിച്ച് നോക്കണേ, കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തെടുത്ത് വെക്കണം. എന്തോന്നല്ലേ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഇത് നേരത്തെ പക്ഷേ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനും കുറ്റമായിരിക്കും. കണ്ടോ, 2 കുഞ്ഞിനെ വെച്ചുകൊണ്ട് അവൾ കാണിക്കുന്ന ഷോ ഓഫ് ഉണ്ടോ, എല്ലാവരുടെയും സിമ്പതി പിടിച്ച് പറ്റാനാണ് അങ്ങനെ ഒരു സാധനം അടിക്കും. അതാണ് നമ്മുടെ റാണിയൊക്കെ പോലുള്ള ടീംസിന്റെ പരിപാടിയാണ്. കാര്യം റാണിയൊക്കെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കുഞ്ഞിനെ എടുക്കുന്ന ഒരു സാധനത്തിൽ അങ്ങനെ ഒരു സാധനം കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് ഒക്കെ പറയുന്നത്. അക്കെന്റെ കൂട്ടുകൂടി കുറച്ചുകൂടെ പറഞ്ഞു ഈ കുഞ്ഞിനെ കല്യാണത്തിന് കൊണ്ടുവന്നത് ആളുകളുടെ അട്രാക്ഷൻ പിടിച്ച് പറ്റാനാണ്. അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ കല്യാണത്തിന് കിടക്കൂട്ടിനോട് പറയണം, ഒന്ന് ചട്ടിയിൽ മീൻകറി ഇരിപ്പുണ്ട്, അപ്പുറത്ത് കാലത്തിൽ ചോറുണ്ട്, നീ വളർന്ന് കഴിച്ചിട്ട് കുപ്പിപ്പാലും കലക്കി നീ കുടിച്ചിട്ട് തന്നെ കിടന്നു വാതിൽ അടയ്ക്കാൻ മറക്കല്ലേ മോനെ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, അവന് വീട്ടിൽ വെച്ചിട്ട് വരണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് 10-700 പേരോളം ഉണ്ടാക്കി ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കല്യാണത്തിന്. ഈ 700 പേരും ഞാൻ കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു. അവനെ മാത്രം എന്ന് പറയുന്ന കൊച്ചിനെ ലോജിക്കില്ലാത്ത തള്ളേനെ ഞാൻ റാണിയൊക്കെ ഇട്ട ആ ഒരു കമന്റ് ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് വെച്ചതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ആവർത്തന വിരസത നിങ്ങളെ അടുപ്പിക്കുന്നില്ല. റാണിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതായത് ഈ കുഞ്ഞിനെ വെച്ചിട്ട് വീട്ടിലങ്ങനെ ഇരുത്തണം, എടി പെണ്ണെ എന്തോ വീട്ടിൽ കൊച്ചിനെ ഇരുത്തണം, കല്യാണത്തിന് ഇങ്ങനെ ചെമച്ചുകൊണ്ട് വരുന്നത് നീയാണ്, ആൾക്കാരുടെ മുന്നിൽ ഷോയും മേലെയും കാണിക്കാനല്ലേ, എന്താ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ വെക്കുന്ന ആൾക്കാരുടെ സിമ്പതി പിടിച്ചു വെക്കാനല്ലേ, അതിന് റീച്ച് ഉണ്ടാക്കാനല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് സർവത്ര നമ്മുടെ റാണിയൊക്കെ പറഞ്ഞേക്ക് സാധനം പീക്ക് സാധനമായിരുന്നു. റാണിയൊക്കെ സംഘം ചേർന്ന് കുറേ ആൾക്കാർ വന്നിരുന്നെങ്കിൽ പോലും പീക്കായിട്ട് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് മുതലേ നമ്മുടെ റാണിയൊക്കെ ആണല്ലോ കമന്റ് ബോക്സുകളിൽ രാജവല്ല രാജ്ഞി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ റാണിയൊക്കെ തന്നെ ആണല്ലോ. ഇതിനു വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പിനെ കൊണ്ടുവന്നത്. 4 ആളുകളുടെ പ്രീതി പിടിച്ചിട്ടാണ്. അങ്ങനെയാണ് എന്റെ പൊന്ന് ഈ കമന്റ് പറഞ്ഞവരെ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണ വീഡിയോ ഇപ്പോഴെങ്ങാണ്ടാണ് 3 ലക്ഷം 4 ലക്ഷം ആവുന്നത്. ഒരൊറ്റ വേറെ മീഡിയക്കാരില്ലായിരുന്നെങ്കിൽ 1, 2, 3 മില്യൺ അടിക്കേണ്ട വ്യൂ 10-30 ലക്ഷം ആൾക്കാർ കാണേണ്ടതാണ്. അത് പൊക്കോട്ടേന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞിട്ട് വീഡിയോക്കകത്തും പറഞ്ഞത്, അതായത് ഇവരുടെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കി ഒരു 4 ലക്ഷം 5 ലക്ഷം വ്യൂസ് ഒക്കെ വന്നേക്കുന്ന സാധനമാണെങ്കിൽ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ എങ്ങനെ പോലെ ഒരു 20 ലക്ഷം വ്യൂസ് എങ്കിൽ 2 മില്യൺ വ്യൂസ് കാര്യങ്ങളൊക്കെ അടിക്കേണ്ടുന്ന വീഡിയോസാണ് ഇപ്പം ദീപ്തി ടീച്ചറിൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ കാര്യം. ഈ വ്യൂവർഷിപ്പ് എല്ലാം മൊത്തം ഓൺലൈൻ മീഡിയാസ് വന്നപ്പോഴത്തേക്കിന് സ്പ്ലിറ്റ് ആയിപ്പോയി. ഓൾറെഡി ഇപ്പം ഇവരുടെ ഫാമിലിയുള്ള 2-3 പേര് വ്ലോഗ് എടുക്കുന്നതിൻ്റെ ആണെങ്കിൽ അങ്ങോട്ട് സ്പ്ലിറ്റ് ആയി പോകും. അത് പോരാതെ ഓൺലൈൻ മീഡിയാസ് വന്നപ്പം എക്സ്ക്ലൂസീവ് ബൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. കാര്യം ഇവർ ഇപ്പം ദീപ്തി ടീച്ചർ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ ഓരോരോ ഓൺലൈൻ മീഡിയസിൽ പോകുമ്പോഴത്തേക്കിന് കാര്യം ആളുകൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള സാധനം ഓൾറെഡി അവർ കണ്ടു കഴിഞ്ഞു.
ഓക്കെ, എന്നിട്ടും ഇവരുടെ ചാനലിനോട് അല്ലെങ്കിൽ ഇവരോട് ഇഷ്ടമുള്ള ആളുകൾ വീണ്ടും ആ സെയിം സാധനം തന്നെ ആണെങ്കിൽ കൂടി അത് കാണാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോസിൻ്റെ ആ ഒരു വ്യൂവർഷിപ്പ് സ്പ്ലിറ്റ് ആയി, കുറേ പൈസ കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോഴും ഇവിടെ കുറേ ടീംസ് നമ്മുടെ റാണിയക്കനെ പോലുള്ള ആൾക്കാർ പറയുന്നത് പൈസയ്ക്ക് വേണ്ടി കണ്ടോ, പൈസ ഉണ്ടാക്കാൻ റീച്ച് ഉണ്ടാക്കാനെ കൊണ്ട് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ റാണിയൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ള റാണിയൊക്കെ. കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്, അതായത് റാണിയൊക്കെ നമ്മുടെ രേണു ചേച്ചിയുടെ, അതായത് സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള രേണു ചേച്ചിയുടെ ആണെങ്കിൽ ആ ഒരു വീഡിയോക്കകത്ത് പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ റാണിയൊക്കെ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ വീഡിയോക്കകത്ത് തന്നെ. അപ്പം റാണിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാത്തതൊന്നും അല്ല. അപ്പോൾ ഓരോ സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ മാനസിക രോഗത്തിന് എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ സീരിയസ് ഇഷ്യൂ ആണ്, നമ്മൾ ഈ തമാശയ്ക്ക് പറയുന്നതല്ലാതെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണ് റാണിയൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാര്യം ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന ആ കുട്ടികൾക്കാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് മറ്റേ ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് നമ്മുടെ സദാശിവൻ മൊയിലാളി എവിടെയാണെന്നുള്ളത്. കാര്യം പട്ടാളത്തിൽ എവിടെയോ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ പറഞ്ഞു അല്ലേ, രാവിലെ എണീക്കുമ്പോഴേ കൗസല്യ സുപ്രജ എന്നല്ല ഇവർ കേൾക്കുന്നത്, ഇവർ മറ്റേ കാര്യം പോയും മായും ഒക്കെയാണ് കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സാധനം, ഓക്കെ, ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ദീപ്തി ടീച്ചറിനെ ഇപ്പം നമ്മൾ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇപ്പം വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് വിചാരിക്കുകയോ ചെയ്യില്ല. ഒരു ആളാരാണെന്നോ എന്താണെന്നോ മുഖം പോലും നോക്കാതെ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലതെന്നും തെറ്റാണെങ്കിൽ തെറ്റെന്നും പറയാനെ കൊണ്ട് ധൈര്യമുള്ള ഒരാളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പം അതാരും നിങ്ങൾ മറക്കാതെ പോകണ്ട. 2 വളർത്തി കാല് ചവിട്ടുന്ന ഒരാളുമല്ല. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം, മുഴുവനായിട്ട് കാണുന്ന ആൾക്കാർ, ജസ്റ്റ് തമ്മിൽ മാത്രം സ്കോൾ ചെയ്ത് പോകുന്ന ഇങ്ങനത്തെ കുറേ ആൾക്കാർക്ക് സംഭവങ്ങൾ നടത്തി. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.